ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഹൈനെക്ക് കുർത്തിയുടെ കട്ടിങ്ങും അതിൻ്റെ സ്റ്റിച്ചിങ്ങുമാണ് ചെയ്യുന്നത്. ഈ ഒരു കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്യുകയെന്നും അതിൻ്റെ നെക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഹൈനെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുക എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളിതൊരു നൈറ്റി തുണിയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. 35 ഇഞ്ച് വീതിയാണ് ഈ ഒരു നൈറ്റി തുണിക്കുള്ളത്. അതുപോലെ തന്നെ 3 മീറ്റർ തുണിയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. നമ്മൾ തുണിയെ നേരെ പകുതിയായി നമ്മൾ ഇതുപോലെ മുഴുവനായും നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടോ, നേരെ പകുതിയായി നമ്മുടെ തുണിയെ നേരെ മുഴുവനായും ഇതുപോലെ നേരെ പകുതിയായി മടക്കിയെടുത്ത് അതിനെ നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ മടക്കി പിടിക്കുന്നു. കണ്ടോ ഇതുപോലെ വെച്ച് നമ്മളിങ്ങനെ കണ്ടോ ഈ ഒരു ഭാഗം ഫോൾഡിങ് വരുന്നു, നേരെ പകുതിയായി മടക്കിയെടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ വെക്കുക. അപ്പോൾ ഇതുപോലെ വെച്ചാൽ നമ്മൾ ഈ ഒരു സൈഡ്, ഇത് നമ്മുടെ ഷോൾഡർ ഭാഗം വരുന്ന സൈഡാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക. നേരെ പകുതിയായി മടക്കി വെച്ച പീസിന് ഇതുപോലെ 2 പീസ് ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിവശത്തുള്ള നമ്മുടെ ബാക്ക് പീസും നമ്മൾ മുകൾ വശത്ത് വരുന്നത് നമ്മുടെ ഫ്രണ്ട് പീസുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നമ്മുടെ ഷോൾഡർ ഭാഗത്ത് ഒരു ലൈൻ കൊടുക്കുന്നു. ഇത് നമ്മുടെ തുണിയുടെ മുകളിലുള്ള ക്രോസ് ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നേരെ ലൈൻ കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ 4 ഇഞ്ചിൽ നമ്മളൊരു ഇറക്കം മാർക്ക് ചെയ്യുന്നു. 4 ഇഞ്ച് കേട്ടോ, ഇതുപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരയുന്നു കേട്ടോ, നേരെ ഇതുപോലെ വരഞ്ഞെടുക്കുക. നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു 3.25 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെ നിന്ന് 3.25 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് കൊടുക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് മോഡലിൽ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് 7.25 ഇഞ്ചാണ് കണ്ടോ, 7.25 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആം ഹോളും 7.25 ഇഞ്ച് തന്നെ ഇറക്കി കൊടുക്കുന്നു കണ്ടോ, 7.25. നമുക്കിത് 38 ഇഞ്ച് ചെസ്റ്റാണ്, നമ്മൾ 7.25 നമ്മളിതിന് ഷോൾഡർ കൊടുക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, നമ്മൾ 7.25 ഷോൾഡർ കൊടുത്തത്. ഇനി അതേ ഷോൾഡർ തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു കണ്ടോ, 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ ചെരിച്ച് ലൈൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു 3/4 ഇഞ്ച് കുറച്ച് വരച്ചിട്ട് ആ ഒരു മാർക്കിലേക്കാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒരു 3/4 ഇഞ്ച് ഷേപ്പ് കൊടുക്കുകയാണ്. ഷോൾഡർ ഭാഗത്ത് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി ഒരു 3/4 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് കൊടുക്കുന്നു കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു മാർക്കിൽ നിന്ന് മുകളിൽ വെച്ചിട്ടുള്ള ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഇടുപ്പളവിൻ്റെ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 14.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. 22 ഇഞ്ചിൽ നമ്മുടെ സ്ലിറ്റ് ഓപ്പൺ വരുന്ന ഭാഗത്ത് വരുവാൻ വേണ്ടി നമ്മൾ അവിടെയും ഒരു മാർക്ക് കൊടുത്ത ശേഷം ഇതുപോലെ വരയുന്നു കേട്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കും. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 38 ഇഞ്ചാണ്, ബോഡിയിൽ നിന്ന് എടുത്തുള്ള മെഷർമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, 42 ഇഞ്ച് കിട്ടും. 42ൻ്റെ 4/1 10.5 പ്ലസ് ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമുക്ക് കിട്ടിയ അളവ് 34 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ച് കൂട്ടുന്നു, 37 ഇഞ്ച് കിട്ടും. 37ൻ്റെ 4/1 9.25 പ്ലസ് 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ വരുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ 40ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക, നമുക്ക് 44 ഇഞ്ച് കിട്ടും. 44ൻ്റെ 4/1 11 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് നമ്മൾ തുന്നത്തുണി കൂട്ടുന്നു. നമ്മുടെ ചെസ്റ്റ് അളവിലും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ വരുന്ന നമ്മുടെ ഹിപ്പ് വരുന്ന ഭാഗത്തുള്ള അളവിലും നമ്മുടെ കിട്ടിയ ബോഡിയിൽ നിന്ന് കിട്ടിയ അളവിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നാൽ ഇടുപ്പളവിൻ്റെ ഭാഗത്ത് നമ്മൾ 3 ഇഞ്ചാണ് നമ്മുടെ കിട്ടിയ അളവിൻ്റെ കൂടെ കൂട്ടിയെടുക്കുന്നത്. ബോഡിയിൽ നിർത്ത അളവാണിത്. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഇനി നമ്മൾ ഇവിടെ റഗാളൊന്ന് കറക്റ്റ് വരഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ റഗാള് കറക്റ്റ് ഒന്ന് റഗാള് വരഞ്ഞു കൊടുക്കുന്നു കേട്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുവാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിനനുസരിച്ച് മാർക്ക് ചെയ്യുന്നു. നമ്മൾ 42 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തുന്നത്തുണി പോകും. അതിൻ്റെ കൂടെ 52.5 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ 3/4 ഇഞ്ചോളം നമുക്ക് താവിൽ മടക്കി തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്ക് വേണ്ടിയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ നമ്മൾ 12 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. 11 ഇഞ്ചാണ് നമ്മുടെ ഹിപ്പ് ഭാഗത്ത് വന്നത്. നമ്മളിവിടെ 1 ഇഞ്ച് കൂട്ടി 12 ഇഞ്ച് കൊടുക്കുന്നു, പ്ലസ് 1 ഇഞ്ച് തുന്നത്തുണി കൊടുത്ത്
ഇനി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ ഒരു പീസ് മാത്രമാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, നമ്മൾ ഫ്രണ്ട് പീസ് മാത്രം ഇവിടെ നിന്ന് ഇതുപോലെ നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് ആ ഷേപ്പിൽ കൂടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളുമാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യുവാനുള്ള പ്രചോദനമാകുന്നത്. അപ്പോൾ നമുക്കിത് താവ് വരെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള പീസിനെ ഇതുപോലെ മടക്കി കൊടുത്ത് ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് നമ്മുടെ എക്സ്ട്രാ ബാക്ക് പീസിന് തുന്നത്തുണിക്ക് വേണ്ടി ഇവിടെ ഒരു 1/2 ഇഞ്ച് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു മാർക്കിനേക്കാൾ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് നമ്മുടെ ഇവിടെ ഷോൾഡർ നമ്മൾ ഇതുപോലെ കറക്റ്റ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു റഗാളിൻ്റെ ഭാഗം കണ്ടോ, ഇത് നമ്മൾ ഇതുപോലെ ബാക്ക് പീസ് സാധാരണ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ ഇവിടെ ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല റഗാള്, കാരണം നമ്മൾ ഷേപ്പ് കൊടുത്തിട്ടാണ് നമ്മുടെ ഫ്രണ്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ അല്പം ഒരു സൈഡ് ഭാഗം ഒരു 1/2 ഇഞ്ച് ഷേപ്പ് വരുന്ന രീതിയിൽ ഇവിടെ നിന്ന് അല്പം ചെരിച്ച് കണ്ടോ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബാക്കി ലെങ്ത്തിന് നമ്മുടെ ടോപ്പ് ലെങ്ത്തിന് ശേഷം വരുന്ന തുണിയിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 സ്ലീവും കൂടെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ മടക്കി നേരെ പകുതിയായി മടക്കി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ലെങ്ത്ത് നമ്മുടെ സ്ലീവിന് ഇത് നമ്മൾ 11 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബാക്കി താവിൽ നമ്മൾ 4 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വേറെ പീസ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പീസ് നമ്മൾ 11 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി 3.25 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക. കേട്ടോ, 3.25 ഇഞ്ചിൽ നമ്മൾ മാർക്കിംഗ് കൊടുക്കുന്നു. കേട്ടോ, ഇനി നമ്മൾ ഈ ഒരു കോണിൽ നിന്ന് ഇതുപോലെ ടേപ്പിന് ഇങ്ങനെ ക്രോസിൽ പിടിച്ച് ഇവിടെ നമ്മൾ 9 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കുന്നു. പ്ലസ് ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി കൊടുക്കുന്നു. ഇനി കൈയുടെ താവിലുള്ള ലൂസ് 11 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി കൊടുത്ത് ഇതുപോലെ വരയുന്നു. കേട്ടോ, ഇതുപോലെ വരഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. നമ്മൾ ഇവിടെ നിന്ന് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നിന്ന് കൈയുടെ റഗാളിൻ്റെ ഭാഗം കറക്റ്റ് ഷേപ്പോട് കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. നമ്മൾ താവിൽ ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുന്നു. ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നിന്നും ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ തോൾ വസ്തു വന്നിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് 1.25 ഇഞ്ച് കൊടുത്ത് ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. അതുപോലെ തന്നെ സ്ലീവിനെ നേരെ ഇതുപോലെ വെച്ച് നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് അല്പം കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മൾ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഹൈ നെക്കിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ക്യാൻവാസിന് ഇതുപോലെ നേരെ പകുതിയായി മടക്കി വെച്ച് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ വെക്കുക. ഇവിടെ നമ്മൾ ഒരു 1.25 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കണം. 1.25 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ചോക്കിനെ കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ കറക്റ്റ് കേട്ടോ, ഇവിടെയാണ് നമ്മുടെ അളവ് വരുന്നത്. ഇവിടെ നമ്മൾ കറക്റ്റ്. നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു 6.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു. കണ്ടോ, 6.5 ഇഞ്ച്. നിങ്ങൾക്ക് കഴുത്തിൻ്റെ ഇറക്കത്തിനനുസരിച്ച് ഇത് മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് അല്പം ഇതുപോലെ ഉള്ളിലേക്ക് ഷേപ്പ് കൊണ്ടുപോയി ചെറിയൊരു പോയിന്റ് ഷേപ്പ് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ റൗണ്ടിൽ ഈ ഒരു ഷേപ്പ് കേട്ടോ ഇതുപോലെ കേട്ടോ ഇങ്ങനെ വരഞ്ഞെടുക്കാം. നമ്മുടെ റൗണ്ടിൽ ഇത് നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെ അതേ ഷേപ്പിൽ നമ്മൾ വരഞ്ഞിട്ടുള്ള അതേ ഷേപ്പിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നു. കണ്ടോ, 1.25 ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇതുപോലെ എല്ലാ സ്ഥലത്തും 1.25 ഇഞ്ച് തന്നെ കറക്റ്റ് മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ആ ഒരു അളവിൽ കൂടി നമ്മളിത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇനി നമുക്കിത് ഈ ഒരു പീസിൽ നമുക്കിതൊന്ന് ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മുകൾ ഭാഗത്ത് കണ്ടോ നമ്മൾ എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു തുണിയെല്ലാം ഒന്ന് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു പീസ്, ഒരു 1/2 ഇഞ്ച് പീസ് നമ്മൾ ഇതുപോലെ എക്സ്ട്രാ കൊടുത്ത് ബാക്കി നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡ് നമ്മളിത് മടക്കി തയ്ച്ച് വെക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കുന്നു. നമ്മൾ റൗണ്ടിൽ ഇത് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ റൗണ്ടിൽ നമ്മളിത് തയ്ച്ചെടുക്കുന്നു. ഇനി നമ്മളിതുപോലെ സെൻറ്റർ ഭാഗം കറക്റ്റ് പിടിച്ചുകൊണ്ടൊരു മാർക്കിംഗ് കൊടുക്കുക. ഇനി നമ്മളിത് ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ ഭാഗത്ത് ഇവിടെ നമ്മൾ സെൻറ്റർ ഭാഗം നേരെ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ സെൻറ്റർ ഭാഗവും അതുപോലെ തന്നെ ബോഡിയുടെ സെൻറ്റർ ഭാഗവും കറക്റ്റ് വെക്കുക. താവിലും അതുപോലെ തന്നെ കറക്റ്റ് ചെക്ക് ചെയ്തുകൊണ്ട് കറക്റ്റ് വെച്ച് നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് പിൻ കൊടുക്കുകയാണ്. നമ്മൾ തെന്നിമാറി പോകാതിരിക്കുവാൻ വേണ്ടി ഇതുപോലെ പിൻ കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന അതേ രീതിയിൽ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ. ഇതുപോലെ റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇവിടെ കേട്ടോ ചെറിയൊരു തുന്നത്തുണി മാത്രം ഒരു 1/4 ഇഞ്ച് തുന്നത്തുണി കൊടുത്തുകൊണ്ട് ബാക്കി ഭാഗം നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതുപോലെ റൗണ്ടിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഇനി നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ചെറിയൊരു കട്ടിങ് കൊടുക്കുക, നല്ലവണ്ണം കട്ടിങ് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്കിത് നല്ലവണ്ണം റൗണ്ടിൽ നമുക്കിത് നല്ല വൃത്തിയോടുകൂടി കിട്ടുകയുള്ളൂ. ഇതുപോലെ കട്ടിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനൊന്ന് മറിച്ചിടുകയാണ് കേട്ടോ. ഇതുപോലെ ഉൾവശത്തേക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ ഉൾവശത്തേക്ക് ഇതുപോലെ മറിച്ചിടുക കേട്ടോ. ഇതുപോലെയാണ് നമുക്കിനി കിട്ടുക. ഇനി നമ്മൾ ബാക്ക് പീസാണ് എടുക്കേണ്ടത്. നമ്മുടെ ബാക്ക് പീസ് എടുക്കുന്നു. എന്നിട്ട് സെൻറ്റർ ഭാഗം നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതിനെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പീസിനെ നമ്മൾ ഈ ഒരു ഷോൾഡർ ഭാഗത്ത് കറക്റ്റ് വെക്കുക കേട്ടോ. കറക്റ്റ് വെച്ച് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗം കണ്ടോ ഇതുപോലെ ഈ ഒരു കണ്ടോ ഈ ഒരു കോൺ വശം വരുന്നുണ്ടോ അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് അല്പം ഒന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഒരു മാർക്ക് കണ്ടോ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്ത് വന്നിട്ടുള്ള ആ ഒരു മാർക്കിങ് ആ ഒരു മാർക്ക് വരെ കണ്ടോ ഈ ഒരു മാർക്ക് കണ്ടോ ആ ഒരു മാർക്ക് വരെ ഇതുപോലെ കറക്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. കറക്റ്റ് അളവിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് നമ്മൾ ആ ഒരു മാർക്ക് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക കണ്ടോ. ഈ ഒരു സെൻറ്റർ മാർക്ക് വരെ ഈ ഒരു പീസിനെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു. ഇനി നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ സൈഡ് ഈ ഒരു സൈഡ് നമ്മൾ ഒരേ അളവിലാണ് നമ്മുടെ ഈ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ കറക്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതേ അളവിൽ കണ്ടോ നമ്മൾ എത്രയാണോ നമുക്ക് അവിടെ എക്സ്ട്രാ ആദ്യത്തെ പീസിൽ ബാക്കി വന്നിട്ടുള്ളത് അതിനനുസരിച്ച് കറക്റ്റ് മടക്കി കൊടുത്ത് ആ ഒരു സ്റ്റിച്ച് നിർത്തിയിരിക്കുന്ന ഭാഗം കണ്ടോ ആ ഒരു സ്റ്റിച്ചിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ച് അവിടെ നിന്ന് നമ്മളൊരു സ്റ്റിച്ചിങ് തുടങ്ങുന്നു. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു കണ്ടോ. ഇതുപോലെ ഇവിടെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തന്നെ തുന്നത്തുണി പിടിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ സൈഡ് ഭാഗത്തേക്ക് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു. ഇനി നമുക്ക് ഇവിടെ കണ്ടോ നമ്മൾ ആ 2 പീസും കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ സെൻറ്റർ ഭാഗം അവിടെ നമ്മൾ ഇതുപോലെ കറക്റ്റ് പിടിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കണ്ടോ. നേരെ കറക്റ്റ് സ്റ്റിച്ചിങ് കൊടുക്കണം. ഇവിടെ നമുക്ക് ചെരിഞ്ഞു പോകാനൊന്നും പാടില്ല. ചെരിഞ്ഞു പോകാനോ ഇതിവിടെ കൂടിപ്പോകാനോ കുറഞ്ഞു പോകാനൊന്നും പാടില്ല. കറക്റ്റായി കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുത്ത് ഇതിന് 2 ഭാഗത്തേക്കും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടോ. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ആ ഒരു ജോയിന്റ് വന്നിട്ടുള്ള ആ ഒരു ഭാഗമുണ്ടല്ലോ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിത് ഓവർലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് ആ കോണ് പോലെ വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ചെറിയൊരു കട്ടിങ് കൊടുത്ത് ഈ ഒരു പീസിനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ചെറിയൊരു കട്ടിങ് കൊടുത്ത് നമ്മുടെ ഈ ഒരു പീസിനെ നമ്മുടെ
കോളറിൻ്റെ ഉൾവശത്തേക്ക് മടക്കി കൊടുക്കുക. കണ്ടോ, ഇതിനെ ഈ ഒരു പീസിനെ ഉൾവശത്തേക്ക് മടക്കി കൊടുക്കുന്നു. രണ്ടാമത്തെ പീസിന് നമ്മൾ ഷോൾഡർ ഭാഗത്തുള്ള തുന്നത്തുണിയെ നമ്മൾ സാധാരണ കൊടുക്കുന്നത് പോലെ തന്നെ ബാക്ക് ഭാഗത്തേക്ക് തന്നെ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ ഈ ഒരു സെൻറ്റർ ഭാഗം നമ്മുടെ ആ ഒരു ജോയിൻ്റ് വന്നിട്ടുള്ള ഭാഗത്ത് കറക്റ്റ് വെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നു. കണ്ടോ, ഇതുപോലെ കറക്റ്റ് വെച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് ഇവിടെ കണ്ടോ, ഈ ഒരു ജോയിൻ്റ് ഒക്കെ കറക്റ്റായിട്ട് വരണം. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റ് നിൽക്കുകയുള്ളൂ. വലിഞ്ഞു പോകാനൊന്നും പാടില്ല. കറക്റ്റായി വെച്ച് നമ്മൾ ഈ ഒരു കട്ടിങ് കൊടുത്ത പീസില്ലേ, നമ്മൾ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തിരിക്കുന്ന, ഉള്ളിലേക്ക് നെക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു പീസിന് കറക്റ്റായി നമ്മളിവിടെ സ്റ്റിച്ചിങ് നിർത്തുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നെക്ക് കണ്ടോ, നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോഡി പാർട്ട് നമ്മുടെ ബാക്കി ചൂരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ നെക്കിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം കണ്ടോ, ഇതിൻ്റെ ഉൾവശം ഉണ്ടാകും. ഈ ഒരു ഉൾവശത്ത് നമുക്ക് ലൈനിങ് ഉള്ള ചൂരിദാറാണെങ്കിൽ നമുക്ക് ലൈനിങ്ങിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് തയ്ച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ റൗണ്ടിലൊന്ന് കറക്റ്റ് ഹെമ്മിങ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഇവിടെ ഹെമ്മിങ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.